എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മകയിരം നക്ഷത്രത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. മകയിരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മകയിര നക്ഷത്രക്കാർ വീഡിയോ കാണുകയും ഒന്ന് പറയുകയും ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോയിലേക്ക് പോവാം. വളരെയധികം ജിജ്ഞാസയുള്ള പ്രകൃതക്കാരാണ് മകയിരം നക്ഷത്രക്കാർ. ആധ്യാത്മികത, മനഃശാസ്ത്രം, മനോവികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാൻ എപ്പോഴും മകയിര നക്ഷത്രക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അറിവും അനുഭവജ്ഞാനവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം. ഇവർ സൂക്ഷ്മ ബുദ്ധിയോടുകൂടിയാണ് എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കുന്നത്. ഇവരുടെ സ്വഭാവം സഭ്യവും മര്യാദയും ചുറുചുറുക്കുള്ളതും സൗഹാർദ്ദമായതും കൂടാതെ ആവേശപൂർവ്വമുള്ളതുമായിരിക്കും. ഇവരുടെ മനസ്സും തലച്ചോറും എപ്പോഴും ഉത്സാഹത്തോടു കൂടിയായിരിക്കും കാണപ്പെടുക. പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആളുകളെ പരിചയപ്പെടുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതിൽ ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക മനഃശാന്തി ലഭിക്കുന്നത് പോലെയാണ് പെരുമാറുക. സിദ്ധാന്തങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഇവർ സാധാരണ ജീവിതം നയിച്ച് പരിപോഷിപ്പിക്കുന്നു. മാത്രമല്ല ഇവരുടെ ചിന്തകൾ സ്വച്ഛവും നിഷ്പക്ഷവുമായിരിക്കും. ആശയവിനിമയം നടത്തുന്നതിൽ ഇവർ വിശേഷാൽ ബുദ്ധിശാലികളാണ്. കൂടാതെ മികച്ച ഗായകൻ അല്ലെങ്കിൽ കവിയുടേതോ ആയ കഴിവുകൾ ഇവർക്ക് ഉണ്ടാകും. അതുകൂടാതെ ആക്ഷേപഹാസ്യത്തിലും ഫലിതത്തിലും ഇവർ മറ്റുള്ളവരെക്കാളും ഒട്ടും പുറകിൽ നിൽക്കുകയില്ല. ഇവർ സാധാരണ വാദപ്രതിവാദം, അഭിപ്രായ വ്യത്യാസം കൂടാതെ വാഗ്വാദം എന്നിവ ഒഴിവാക്കുന്നു. ഇത് ആൾക്കാരുടെ ഇടയിൽ ഇവർ ബുദ്ധിശൂന്യരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ ഇതല്ല സത്യം. സത്യമെന്നാൽ ഇവർ ജീവിതത്തിൻ്റെ മികച്ചത് മാത്രം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരും അനാവശ്യ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നവരുമാകുന്നു. വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹവും സംരക്ഷണവുമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ന്യായവാദം ഇവർക്ക് വളരെ പ്രധാനമാണ്. അതിനാലാണ് എല്ലാ കാര്യങ്ങളും തന്നെ വളരെ സാമർഥ്യത്തോടു കൂടി വിശകലനം ചെയ്യുന്നത്. ഇവരുടെ വിചാരങ്ങളിലും ചിന്തകളിലും ശക്തമായ വിശ്വാസമുണ്ട്. മറ്റുള്ളവരോടാണെങ്കിൽ ഇവർ സൗമ്യമായി പെരുമാറുകയും അങ്ങനെ തന്നെ അവരിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ തിരികെ അത് ലഭിക്കുന്നില്ല. ഇവരുടെ സുഹൃത്തുക്കളും പങ്കാളികളും ബന്ധുക്കളും ഇഷ്ടപ്പെടുമ്പോൾ ജാഗരൂകരായിരിക്കണം. കാരണം അവരാൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. എല്ലാ കാര്യങ്ങളുടെയും നേതൃത്വം പിടിക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് ഇവരിലുണ്ട്. ഇവർ പുതിയ എല്ലാ കർത്തവ്യങ്ങളും ആരംഭിക്കുവാനും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ വിദ്യാഭ്യാസത്തിലേക്കും വരുമാനത്തിലേക്കും വരുമ്പോൾ ഇവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും. കൂടാതെ എവിടെ എങ്ങനെ പണം ചിലവാക്കണമെന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും സ്വയം അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഇവരുടെ ചെലവുകൾക്ക് പലപ്പോഴും നിയന്ത്രണം വരിക എന്നുള്ളത് പ്രയാസകരമാണെങ്കിലും ഇവർ മാക്സിമം അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മകയിരം നക്ഷത്രക്കാർ ഒരു ഗായകൻ, സംഗീതജ്ഞൻ, കലാകാരൻ അല്ലെങ്കിൽ കവി, ബഹുസംഭാഷാ പണ്ഡിതൻ, കാൽപ്പനിക നോവലെഴുത്തുകാരൻ, എഴുത്തുകാരൻ അല്ലെങ്കിൽ തത്വചിന്തകൻ എന്നിവയായി പരിണമിക്കാനാണ് കൂടുതൽ സാധ്യത. വീട്, റോഡ് അല്ലെങ്കിൽ പാലത്തിൻ്റെ നിർമ്മാണം, ഉപകരണങ്ങളും യന്ത്രോപകരണങ്ങളും ഉണ്ടാക്കുക, തുണിത്തരങ്ങൾ അല്ലെങ്കിൽ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികൾ എന്നിവയും ഇവർക്ക് വന്നു ചേരാം. മകയിരം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ സാധാരണയായി ഇവരുടെ വിവാഹ ജീവിതം നല്ലതായിരിക്കും. എന്നാൽ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇവർ വിവാഹ ജീവിതം വളരെയധികം ആസ്വദിക്കാനായാണ് ശ്രമിക്കുന്നതെങ്കിലും പലപ്പോഴും അതിന് സാധിക്കാറില്ല. എന്നിരുന്നാലും ഇവരുടെ വൈവാഹിക ജീവിതം വളരെ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ്. 32 വയസ്സുവരെ ജീവിതത്തിൽ ഇവർക്ക് വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിനുശേഷം കാര്യങ്ങളൊക്കെ ശാന്തമാകുവാൻ തുടങ്ങും. 33 വയസ്സ് മുതൽ 55 വയസ്സ് വരെ സമയം ഇവർക്ക് നല്ല അനുകൂലവും വിജയകരമുള്ളതുമായിരിക്കും. അപ്പോൾ മകയിരം നക്ഷത്രത്തെക്കുറിച്ചുള്ളത് ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നക്ഷത്രവുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.